ഈ വർഷത്തെ ക്രിസ്മസ് ബമ്പറിന്റെ ഒന്നാം സമ്മാനമായ 20 കോടി രൂപ കരസ്ഥമാക്കിയ ടിക്കറ്റ് തലസ്ഥാനത്ത് വിറ്റത്. ടിക്കറ്റ് വിറ്റ കിഴക്കേക്കോട്ടയിലെ ലക്ഷ്മി ലക്കി സെന്റർ ദിനം എസ് ശാലിനി. ശരിയാണ് ശാലിനി, ഇനി ആ ഭാഗ്യശാലി ആര് എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ്. ഒപ്പം ആ ഒരു ലക്കി സെന്ററിൽ എത്രത്തോളം ആഹ്ലാദത്തിലുമാണ്. 2024 ക്രിസ്മസ് ബമ്പർ അങ്ങനെ എടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്താണ് ആ ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടുള്ളത്. ഭാഗ്യവാനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കേരളം ഒക്കെ ഉള്ളത്. നമ്മൾ ജനം ടി വി ടീം ഇപ്പോൾ ഉള്ളത് ആ ടിക്കറ്റ് വിൽപ്പന നടത്തിയ കടയിലാണ്. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തുള്ള ലക്ഷ്മി എന്ന് പറയുന്ന ലക്കി സെന്റർ. ലക്ഷ്മി ദേവി ലക്ഷ്മിയിലേക്ക് എത്തി. ലക്ഷ്മി വന്നു. ലക്ഷ്മി ഇന്ന് 20 കോടി തന്നു. ഒരു നല്ലൊരു അഭിനന്ദനം കിട്ടിയ ആൾക്ക്. പിന്നെ ഇത് ആദ്യമായിട്ടാണ് എനിക്ക് 20 കോടി കിട്ടുന്നത്. ഞാനൊരു 35 വർഷം കൊണ്ട് ലോട്ടറി കച്ചവടം ചെയ്യുകയാണ്. പുറത്തു നിന്നുള്ള വേറെ ജില്ലാ ടിക്കറ്റ് ഞാനിവിടെ വാങ്ങിച്ച് കച്ചവടത്തിന് വയ്ക്കാറുണ്ട്. അങ്ങനെ പാലക്കാട്ടിൽ നിന്ന് വിൻസ്റ്റാറിൽ നിന്ന് എടുത്ത ടിക്കറ്റിലാണ് ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത്. അതിലാണ് ഇന്ന് ട്രിവാൻഡ്രത്തെ ലക്ഷ്മി ലക്കി സെന്റർ അനന്തപത്മനാഭന്റെ തിരുമുറ്റത്ത് കിട്ടി. പത്മനാഭന്റെ മണ്ണാണ്. ഇഷ്ടം പോലെ തീർത്ഥാടകർ വരുന്ന ഒരു സമയമാണ്. ഇപ്പം ജില്ല കടന്ന് അല്ലെങ്കിൽ സംസ്ഥാനം കടന്ന് ടിക്കറ്റ് പോയിട്ടുണ്ടാവും. ചില സമയം ജില്ല കടന്ന് പോയിരിക്കാം, നമുക്കറിയത്തില്ല. ഒരുപാട് പേര് പുറത്തുനിന്ന് വന്ന് എടുക്കുന്നവരുണ്ട് ഇവിടെ. പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ, ആന്ധ്ര, കർണാടക, ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ ഇവിടെ പത്മനാഭസ്വാമിയെ തൊഴുതിട്ട് ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോകുന്ന നിറയെ കസ്റ്റമറുണ്ട്. ചിലപ്പോൾ അവിടെ ആയിരിക്കാം, ചിലപ്പോൾ ഇവിടെ തന്നെ തിരുവനന്തപുരത്തും ആയിരിക്കാം. അത് വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. 2-3 ദിവസം വെയിറ്റ് ചെയ്യുക, നോക്കാം. ചെറിയ എമൗണ്ടുകൾ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആദ്യമായിട്ടുള്ള ഒരു ബമ്പർ തിരുവനന്തപുരത്ത് അടുത്തടുത്തായിട്ടുള്ള രണ്ടാമത്തെ ബമ്പറാണ്. അപ്പം ഒരു ഹ്യൂജ് എമൗണ്ട് കയ്യിലേക്ക് വരികയാണ്. എന്തൊക്കെ പ്രതീക്ഷകളാണ്? അങ്ങനെ പ്രതീക്ഷ വെച്ചാൽ പൈസ കിട്ടിയ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതാണ്. അതുകൊണ്ട് അത് അനാവശ്യമായിട്ടൊന്നിനും പോകത്തില്ല. നോക്കാം. 2 പിള്ളേരുണ്ട്. അവർക്ക് നല്ലൊരു പഠിത്തവും കൊടുത്ത് അവർക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ടിക്കറ്റ് എന്നായിരിക്കും ഇവിടെ വിൽപ്പന നടന്നത്? കഴിഞ്ഞ മാസം 7-ാം തീയതിക്ക് ശേഷം ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതായത് 7-12 ഡിസംബറിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ജനുവരി ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ 1.5 മാസത്തിനകത്താണ് ഈ ടിക്കറ്റ് വിറ്റിരിക്കുന്നത്. സ്റ്റാർട്ടിങ് 2-ലാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം 10-ാം തീയതിക്കും ഈ മാസം ഈ 15-ാം തീയതിക്ക് ഇടയ്ക്ക് ആരെങ്കിലും എടുത്തിരിക്കാം. ഭാഗ്യവാനെ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഭാഗ്യവാനെ കാത്തിരിക്കുകയാണ് ലക്ഷ്മി ലക്കി സെന്റർ. എന്തായാലും കേരളവും കാത്തിരിക്കുകയാണ്. നമുക്ക് ആരാണ് ഭാഗ്യവാൻ എന്നുള്ളത് വരും മണിക്കൂറിൽ കണ്ടറിയാം. ക്യാമറമാൻ അനൂജിനൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.